ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളൊരു ഒരു പേപ്പർ വർക്ക് നടത്തുമ്പോൾ അതിൻ്റെ അവസാനത്തെ റിമാർക്സ് എന്നുണ്ടാകും. ഏതും അവസാനത്തിൽ കൊള്ളും റിമാർക്സ് എന്നുണ്ടാകും. നമ്മൾ മലയാളത്തിൽ നോട്ട്സ് എന്ന് പറയും. നോട്ട്സ് ഇംഗ്ലീഷ് വേർഡ് തന്നെയാണത്, പക്ഷെ മലയാളത്തിൽ നോട്ട്സ് നമ്മൾ പറയും. ഇത് എന്താണ് ആ നോട്ട്സ് എന്ന് പറയാൻ അവിടെ ഉപയോഗിക്കുക? എനിക്ക് ചില നോട്ട്സുകളുണ്ട്, എനിക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട് എന്നൊക്കെ പറയാൻ ആ വേർഡ് തന്നെയാണ് ഉപയോഗിക്കുക. നിങ്ങളോട് ഞാൻ വീണ്ടും പറയുന്നു, ഇത്തരം അറബികൾ സംസാരിക്കുന്ന വാക്കുകളുടെ കൃത്യത നിങ്ങൾക്ക് പഠിക്കാൻ അറബിക് യൂണിയൻ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ബേസിക് ആൻഡ് ഫ്ലുവൻസി. അതിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽ ഇതിനോടൊപ്പമുള്ള നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചാൽ കിട്ടും. അപ്പോൾ ആദ്യമായി പറയാം, നോട്ട്സിന് അറബിയിൽ മുലാഹദ എന്നാണ് പറയുക. മുലാഹദ. ഓക്കെ. അപ്പോൾ ഒരു പേപ്പർ നിങ്ങൾ സെറ്റാക്കുകയാണ്, അല്ലെങ്കിൽ പേപ്പർ നിങ്ങൾ കാണുന്നു, കോളംസിൻ്റെ അവസാനത്തിൽ ഉദാഹരണം പേര്, ഒരു ഹിസ്റ്ററി ടേക്കിങ്ങിലാണ്, അതിൻ്റെ അവസാനത്തിൽ എന്തുണ്ടാകും? പേരും നമ്പരും സ്ഥലമൊക്കെ പറഞ്ഞിട്ട് മുലാഹദ എന്നുണ്ടാകും. അവിടെ അറബിയിൽ എഴുതും മുലാഹദ, ഇംഗ്ലീഷ് റിമാർക്സ് എന്നുണ്ടാകും, അല്ലെങ്കിൽ നോട്ട്സ് എന്നുണ്ടാകും. അതാണ് മുലാഹദ. അതിൽ ഈ വാക്ക് നിങ്ങൾക്ക് സംസാരത്തിൽ ഉപയോഗിക്കാം. ഫി മുലാഹദ. നിങ്ങളൊരു ചർച്ച ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ചയിൽ നിങ്ങളെല്ലാം എന്താക്കിയിട്ടുണ്ട്? പിന്നെ ആക്സെപ്റ്റ് ചെയ്യണമാണ്. അതിൻ്റെ അവസാനത്തിൽ ഒരു ചെറിയൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. അവിടെ നിന്ന് പറയാം സയ്യിദ് ഫി മുലാഹദ. എന്താണ് പറയുക? ഫി മുലാഹദ. മാഫി മുലാഹദ. ഫി മുലാഹദ എന്ന ഒരു ചെറിയൊരു ശ്രദ്ധ, ഒരു അപ്ഡേഷൻ അതിലുണ്ട് എന്ന അർത്ഥത്തിലാവാം. ഒരു നോട്ട്സ് അതിൽ ചേർക്കേണ്ടതുണ്ടെന്നാവാം. മുലാഹദ എന്ന് പറയാം. മാഫി മുലാഹദ. എന്തെങ്കിലും ആ ചർച്ചയിൽ എല്ലാം അക്സെപ്റ്റഡ് ആണ്, എല്ലാം കറക്റ്റാണ്, ഖലാസാണ്, മുവാഫിഖ്. മാഫി മുലാഹദ. അതിലൊന്നും ഏറെ ചേർക്കുവാനും ശ്രദ്ധിക്കുവാനോ അല്ല. എല്ലാം മിയ ടിക്കാണ് തരലാണ്. ടിക്ക്. അതാണ് മിയ ഫിൽ മിയ എന്ന് പറയുന്നത്. അതും കഴിഞ്ഞു. എനിക്ക് അതിൽ ചില കാര്യങ്ങൾ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയാണ്, നിങ്ങളൊരു കാര്യം വർക്ക് ചെയ്യാൻ ഏൽപ്പിച്ചു, നിങ്ങളൊരു കാര്യം നോട്ട്സ് നോക്കാൻ ഏൽപ്പിച്ചു. അപ്പോൾ ഞാൻ അതിൽ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് പറയണം. എനിക്കത് ചില ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അനന്തബഹത്ത് എന്നൊക്കെ നിങ്ങൾക്ക് പറയാം, പക്ഷെ അതൊന്നും അല്ല അവിടെ പറയാൻ ഏറ്റവും ബെറ്റർ. ലാഹൽത്തൂന. ഈ പറയുന്ന വാക്കിൻ്റെ ടെൻസിലേക്ക് പോവാം. ലാഹൽത്തു. ഞാൻ ശ്രദ്ധിച്ചിട്ട് ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. ആ ഇന്ന സംഗതിയാണ്. അതൊക്കെ ചാലി താഴെ പറയും പ്രകാരമാണ് എൻ്റെ ചില മുലാഹദ. അല്ലെങ്കിൽ ഫി മുലാഹദാത്ത് യാ ഹബീബി ഫി മുലാഹദാത്ത്. അതിൽ ചില റിമാർക്സുകളുണ്ട്, അങ്ങനെയും പറയാം. അപ്പോൾ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഞാനിപ്പോൾ കൈമാറിയിരിക്കുന്നത്. മുലാഹദ, മാഫി മുലാഹദ. ഇനി ഇത്തരം അറബി വാക്കുകൾ നന്നായി പഠിക്കുന്നതിന് കോഴ്സിൽ ചേരാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു ഓപ്പൺ നമ്മുടെ സെഷൻ്റെ അറബിക് യൂണിയുടെ ഫ്രീ വെബിനാർ, അതിലും പങ്കെടുക്കാം. ഫിയമാനില്ല. മഅസ്സലാമ.